രണ്ടുകൊണ്ട് പറഞ്ഞു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമിയും അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികളുടെ അടിസ്ഥാനങ്ങൾ കുലുങ്ങി. അവർ ആർക്കുന്ന ശബ്ദത്താൽ ഉമ്മരപ്പടികൾ കുലുങ്ങി. ആലയം പുക കൊണ്ട് നിറഞ്ഞു. ആലയം പുക കൊണ്ട് നിറഞ്ഞു. അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം, എനിക്ക് അയ്യോ, എനിക്ക് അയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള മനുഷ്യൻ. ഐസയ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങൾ ഉള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. ഞാൻ വസിക്കുന്നത് അപ്രകാരമുള്ള ജനത്തിന്റെ മധ്യത്തിലാണ്. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ യഹോവയായ രാജാവിനെ കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ സാറാഫിലെ ഒരുത്തൻ യാഗപീഠത്തിൽ നിന്ന് കുടിൽ കൊണ്ടൊരു തീക്കനലെടുത്തു കേട്ടോ, കയ്യിൽ പിടിച്ച് എന്റെ അരികിലേക്ക് അവർ പറന്നു വന്നു. അതെന്റെ വായിക്ക് തൊടുവിച്ചു. ഇത് നിന്റെ അധരങ്ങളെ തൊട്ടതിനാൽ നിന്റെ അകൃത്യം നീങ്ങി നിന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്റെ പാപത്തിന് പരിഹാരം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുക, അനുഗ്രഹിക്കപ്പെട്ടൊരു ഭാഗമാണ് വായിച്ചത്. മെയിൻ കണ്ടന്റ് പരിശുദ്ധാത്മാവിന്റെ പകർക്കാരെ പറയാൻ ആഗ്രഹിക്കുന്നു. അതിന്റെ 7-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 5-ാമത്തെ വാക്യം 5-ാമത്തെ വാക്യം. അപ്പോൾ ഞാൻ എനിക്കയ്യോ കഷ്ടം, ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു, ഞാൻ ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ഒരു മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള ജനത്തിന്റെ നടുവിൽ വസിക്കുന്നു. എന്റെ കണ്ണ് സൈന്യങ്ങളുടെ ശ്രദ്ധിക്കുക, ഞാൻ അധരശുദ്ധിയില്ലാത്തൊരു മനുഷ്യൻ, ഞാൻ ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം വളരെ ആഴമായി ഇങ്ങനെ പറഞ്ഞു, ഞാൻ അധരശുദ്ധിയില്ലാത്ത മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ വസിക്കും. ആരാധനയ്ക്ക് താല്പര്യം ഇല്ലാത്ത, ആരാധനയിൽ വില കൊടുക്കാത്ത ഒരു സമൂഹത്തിന്റെ നടുവിലാണ് നാം നിൽക്കുന്നെങ്കിൽ നാം ഏറെക്കുറെ മടുത്തോണം. ആരാധനയ്ക്ക് പ്രചോദനവും ഉത്സാഹവും ഉന്മേഷവും തരുന്ന ഒരു സമൂഹത്തിലും ഭവനത്തിലുമാണ് നിങ്ങൾ പാർക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ആരാധിക്കാതിരിക്കാൻ പറ്റത്തില്ല. സ്വന്തം പറഞ്ഞ ഇന്ന് പകൽ പ്രവാചകൻ ഇങ്ങനെ പറയാ, ഞാൻ വസിക്കുന്നത് അഭരശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിലാണ്. ഞാൻ വസിക്കുന്നത് അവിടെ ആയതുകൊണ്ട് എന്റെ ഭാഷയും മാറി. ഇന്ന് പകൽ ആരാധന ഇല്ലാത്തിടത്ത് നിന്നാൽ, ആരാധിക്കാത്തവന്റെ കൂടെ വസിച്ചാൽ, ആരാധിക്കാത്തവന്റെ കൂടെ ഓടിയാൽ ഏറെക്കുറെ സമയം കഴിയുമ്പോൾ നിങ്ങളുടെ ആരാധനയും ഞാനിങ്ങനെ പറയാം പൂട്ടിക്കെട്ടും. ഞാനിങ്ങനെ ഒന്നുകൂടെ എടുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ മീറ്റിംഗ് സ്തോത്രം 10:15 VBS ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. സൺഡേ സ്കൂൾ ടൈം, സൺഡേ സ്കൂൾ ക്ലോസ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്യും. ബസ്സിൽ വരുന്നവർ 2-3 മിനിറ്റ് ലേറ്റ് ആയാലും കുഴപ്പമില്ല. പക്ഷെ വണ്ടി വരുന്നവർ ലേറ്റ് ആയാൽ ഞാൻ കുഴപ്പത്തേ ഉള്ളൂ. ഞാൻ ഒരുങ്ങുന്നത് പോരാൻ തുടങ്ങുന്നത്, അതാ കുഴപ്പം. സ്വന്തം നേരത്തെ വണ്ടിയൊക്കെ നേരത്തെ 9:00 ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാം, ഇവിടെ തയ്യാറാണ്. സ്വന്തം ഞാൻ വലിയ സാമ്പ്രദായൊക്കെ ഇവിടെ ലൈനിലുണ്ട്. സ്വന്തം 9:00 നിങ്ങൾ പ്രാർത്ഥിക്കാൻ തയ്യാറുണ്ട്. താഴെ മാത്രം നിൽക്കാനോ
പ്രൈസലോ 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 പ്രൈസലോ. ബോധനയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചു തുടങ്ങണം. സ്തോത്രം. അവിടെ ആ ദൈവത്തിന്റെ ആത്മാവ് പ്രസാദിക്കുന്നത്. സ്തോത്രം. നമുക്ക് വണ്ടിയില്ല, ബസ്സിലാവുന്നത്, കുഴപ്പമില്ല. നമ്മളിനി ഓട്ടോ വിളിച്ചേക്കുക. ഓട്ടത്തിൽ നമ്മൾ പത്രം നോക്കി എന്ത് ചെയ്തത് പറയരുത്. 9 കഴിഞ്ഞ് വരുന്നെങ്കിൽ വരണ്ട, ഞങ്ങളെല്ലാം നിൽക്കണം. എന്താ ലേറ്റാ, 2 ദിവസം 12 മണിക്ക് നിൽക്കണം, കുഴപ്പമില്ല. നേരത്തെ നിങ്ങളെ ആരാധനയെ കാണാൻ ദൈവം ആഗ്രഹിക്കുക. സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? സ്തോത്രം പറയാമോ? ഇന്ന് പകൽ വളരെ പ്രാർത്ഥനയോടെ ഞാൻ ഇവരുടെ യെശയ്യാപ്രവാചകന്റെ പുസ്തകം വളരെ ശക്തമായ പുസ്തകമാണ്. 66 പുസ്തകം ഈ യെശയ്യാപ്രവചന പുസ്തകത്തിലുണ്ട്. ഒന്നുകൂടെ ഞാൻ എടുത്തു പറയുന്നില്ല, പലവട്ടം അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ മുഖ്യ കണ്ടന്റ്, ഞാൻ പാർക്കുന്നത് അതരശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിലാണ്. ഇപ്പോൾ എന്റെ സ്വഭാവം ഏറെക്കുറെ അങ്ങനെയായി. പക്ഷെ എല്ലാവരെയും ദൈവം തൊട്ടില്ല. ദൈവം തൊട്ടത് പ്രവാചകനായിരിക്കുന്ന യെശയ്യാവിനെ മാത്രമാണ്. മനസ്സിലാകുന്ന സ്വതന്ത്രം പറ. ഇന്ന് പകൽ നിന്റെ വീട്ടിൽ 1000 പേരുണ്ടെങ്കിൽ 1000 പേരെ ദൈവം വന്ന് തൊട്ട് അവരെ കൂടെ നന്നാക്കുമെന്നല്ല ദൈവം ആഗ്രഹിക്കുന്നത്. നിന്നിൽ കൂടെ അവരെ പുറത്തു കൊണ്ടുവരുവാൻ, നിന്നിൽ കൂടെ അവരെ പുറത്തെടുക്കുവാൻ, നിന്റെ തീഷ്ണത കൊണ്ട് ഒരു കൂട്ടം സമൂഹത്തെ വേർതിരിക്കുവാൻ, നിന്റെ ആരാധന കൊണ്ട് ഒരു കൂട്ടം ജനത്തെ യേശുവിനെ വേർതിരിക്കുവാൻ എന്റെ ദൈവം ആഗ്രഹിക്കുക. എത്രവർക്ക് ഞാൻ പറഞ്ഞ ഭാഷ മനസ്സിലാകുന്നുണ്ട്? സ്തോത്രം. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ പേരിൽ യെശയ്യാപ്രവാചകൻ സ്തോത്രം കാണേണ്ട കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞപ്പോൾ അവൻ മുൻപ് പ്രവചിച്ച പോലെയല്ല പ്രവചിച്ചത്. ഞാനത് വിടുകയാ. ഞാനിങ്ങനെ പറഞ്ഞു, അവൻ പാർക്കുന്നത് ഈ നിലവാരത്തിലുള്ളവർ നടുവില. എപ്രകാരമുള്ള പ്രവചനമുണ്ട്, ദൂത് കൊടുക്കുന്നുണ്ട്, പക്ഷെ ജനത്തിന് മാറ്റമില്ല. ജനത്തിന് മാറ്റമില്ലാത്തത് കൊണ്ട് പാർക്കുന്ന യെശയ്യാപ്രവാചകന് തന്റെ ജീവിതത്തിൽ ഒരു ക്രമീകരണമില്ലാതെ നിൽക്കുന്നു. പക്ഷെ കാണപ്പെടേണ്ട ചില കാഴ്ചപ്പാട് വന്നു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു. എല്ലാവരും കാണാൻ കൊതിക്കുന്ന കാഴ്ചപ്പാട് അവന്റെ മുമ്പിൽ വന്നു കഴിഞ്ഞപ്പോൾ അവൻ സ്വയം സമർപ്പിക്കുകയാ. ഞാൻ നശിച്ചു. എന്തുകൊണ്ട് നശിച്ചു? എന്റെ ജീവിതം കണ്ടതിനൊത്തവണ്ണം പ്രാപിക്കാൻ കഴിയത്തില്ലല്ലോ. മൂന്നാമത്തെ വാക്യം ഒന്നുകൂടി വായിച്ചേ. ഞാനതിനെ ഒരു പറയാം. സ്തോത്രം. പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് 3 പ്രാവശ്യം പരിശുദ്ധൻ എന്ന വാക്ക് ഉച്ചരിക്കുക. ആര്? സാരാപ്പുകൾ എന്തിനുച്ചരിക്കുന്നു? പിതാവ് പരിശുദ്ധനാ, പുത്രൻ പരിശുദ്ധനാ, പരിശുദ്ധാത്മാവ് പരിശുദ്ധനാ. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മൂടി, 2 കൊണ്ട് പറന്നാരാധിക്കും എന്ന് പറഞ്ഞ ദൈവമക്കളുടെ ആരാധന ഇരുന്നല്ല, നിന്നല്ല, മറിച്ച് പറന്ന. പക്ഷെ അവർ പറയുന്ന വാക്കുകൾ എപ്പോഴും പിതാവിനും പുത്രനും പരിശുദ്ധാത്മനും പ്രശംസ കൊടുത്താം. സ്തോത്രം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മനും പ്രശംസ കൊടുത്ത് അവർ വിളിച്ചു പറയുമ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ വചനം വളരെ ശക്തമായി ആധികാരിയോട് എഴുതുകയാ. സ്തോത്രം. ദൈവം പരിശുദ്ധൻ, അല്ലെങ്കിൽ പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധാത്മാവ് പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആർത്ത് ഉല്ലസിക്കുമ്പോൾ ഈ സ്തോത്രം ഇവരുടെ ശബ്ദത്താൽ ഉമ്മര പടികൾ ഇളകുവാൻ തുടങ്ങി. ഇവരുടെ ശബ്ദത്താൽ ഉമ്മര പടികൾ ഇളകുവാൻ തുടങ്ങി. ഇന്ന് മകൾ ദൈവമക്കൾ യഥാർത്ഥമായി ആരാധിച്ചാൽ, ഇന്ന് മകൾ ഞാൻ ഇങ്ങനെ പറയാം, ചില കുടിയിരിപ്പ് ശക്തികൾ നിന്റെ സ്തുതിയുടെ ശക്തിയാൽ പൊട്ടി മാറുമെന്ന് വിശ്വാസ പ്രഖ്യാപനം ചെയ്യുകയാണ്. ഇന്ന് മകൾ ആരാധിക്കാൻ തയ്യാറായാൽ, പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, സ്തുതിക്കാൻ തയ്യാറായാൽ ദൈവസ്ഥിതികളെ മാറ്റും. ദൈവസ്ഥിതികളെ മാറ്റുമ്പോൾ നമുക്ക് ലഭിച്ച നന്മകളെ സ്വന്തം സഭായോഗത്തിൽ മാത്രം പറയാതെ സ്വന്തം പട്ടണങ്ങൾ സഞ്ചരിച്ച് യേശുവിൻ നാമത്തിൽ വിളിച്ചു പറയുക. ദൈവം നമുക്ക് സാവകാശം തരികയാണ്. ഇങ്ങനെ പറഞ്ഞു. സ്തോത്രം. ഈ കാഴ്ചപ്പാട് കണ്ടു കഴിഞ്ഞപ്പോ ഇതേ പറഞ്ഞു, അയ്യോ ഞാൻ നശിച്ചു. നമ്മളെന്താ പറഞ്ഞത്? പ്രവാചകന്റെ അകത്ത് ദൈവാത്മാവോട് പറയാം, സ്തോത്രം, എന്റെ ജീവിതത്തിനകത്ത് കുറവുണ്ട്. അയ്യോ ഞാൻ നശിച്ചു, ഞാൻ അവരെ ശുദ്ധിയില്ലാത്ത മനുഷ്യരാ. ഞാൻ അങ്ങനെയുള്ള
അധരശുദ്ധിയില്ലാത്ത ജനത്തിന് നടുവിൽ പാർക്കും. ഈ സമർപ്പണം പറഞ്ഞപ്പോ ശുദ്ധീകരിക്കാനൊന്നും പറഞ്ഞില്ല. പറഞ്ഞു, എന്നെ ശുദ്ധീകരിക്കണേ, എന്നെ കഴുകണേ, എന്നെ വീണ്ടെടുക്കണമെന്ന് പറഞ്ഞില്ല. പരിശുദ്ധൻ 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 എന്ന നാമത്തിന്റെ ആരാധന, ദൈവത്തിന്റെ ആത്മനിറവിൽ ശാരാഫുകൾ ആരാധിക്കുമ്പോൾ അത് കേട്ടവന് പാപബോധമുണ്ടായി. പാപബോധമുണ്ടായപ്പോൾ അവൻ വിളിച്ചു പറയുക, അയ്യോ ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു, ഞാൻ നശിച്ചു. തനത് പറഞ്ഞു, തന്റെ സ്ഥിതി പറഞ്ഞു, ഞാനിങ്ങനെ. പക്ഷെ ദൈവം എല്ലാവരും നന്നാക്കാൻ പോയില്ല, ഒരാളെ നന്നാക്കി. ഞാൻ ഇങ്ങനെ സ്തോത്രം, എന്നെ നന്നാക്കി മറ്റൊരു നന്നാക്കണേ ദൈവത്തിൽ സ്തോത്രം വേണേ പ്രാർത്ഥിക്കാം. പക്ഷെ ദൈവം ചെയ്തില്ല. ദൈവത്തിനറിയാം, യാഗപീഠത്തിൽ തീക്കല്ലെടുത്ത് അവന്റെ നാവിൽ തൊടിയിച്ചു, ശുദ്ധീകരിച്ചു. ശുദ്ധീകരിച്ചിട്ട് അടുത്ത ദൂതിനി ദൈവത്തിന് വരുക. ഇതുവരെ കേട്ടത് സാറാമത്തില്ല. സ്വന്തം ശരാപ്പുകൾ ചിറകടിച്ച് ഒന്നുകൊണ്ട് പാദം മൂടി, ഒന്നുകൊണ്ട് മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു. അവൻ പരിശുദ്ധൻ, പിതാവ് പരിശുദ്ധൻ, പുത്രൻ പരിശുദ്ധൻ, പരിശുദ്ധൻ പരിശുദ്ധൻ. ഇത് പറഞ്ഞപ്പോ തന്നെ മാനസാന്തരമുണ്ടായി, പാപബോധമുണ്ടായി, രൂപാന്തരം വന്നു. രൂപാന്തരം വന്ന ഈ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, ഞാൻ നശിച്ചു. ദൈവശബ്ദം കേൾക്കുമ്പോൾ സ്വന്തം ക്രമീകരിച്ചില്ലെങ്കിൽ ഒരു കാര്യം ഓർത്തോണം, വിളിച്ചു പറയണം, ഞാൻ നശിച്ചു. ദൈവത്തിനെ കേൾക്കുമ്പോൾ വ്യക്തിക്ക് വെടിയല്ലമില്ലെങ്കിൽ, അവൻ അതേപടി പോവുകയാണെങ്കിൽ, അവന് തിരിച്ചു വരവില്ലെങ്കിൽ, അവൻ ക്രിസ്തുവിൽ പൂർണ്ണനാകുന്നില്ലെങ്കിൽ, അവൻ പറയുന്ന വാക്കോ യേശയ്യാവ് പറഞ്ഞു. കിട്ടിയോ? ഞാൻ വചനം കേൾക്കുമ്പോൾ പ്രസംഗിച്ചു വിടുന്ന വാക്കുകൾ കേട്ടിട്ട് ആമയം പറഞ്ഞ് 4 ഗ്ലോറി പറഞ്ഞ് ദേവദാസൻ സ്വന്തം പ്രാർത്ഥനയപ്പോൾ തലേ കവിച്ച് പ്രാർത്ഥിച്ചിട്ട് മടങ്ങിയാൽ അനുഗ്രഹം വരും വിചാരിക്കുന്നത്. നീ ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു, ഞാൻ നശിച്ചു. എന്നോടാ ഇത് പറയുന്നത്. എനിക്കൊരു ക്രമീകരണം വേണം, എനിക്കൊരു ക്രമീകരണം വേണം, എനിക്കൊരു ക്രമീകരണം വേണം, എനിക്കൊരു വിടുതൽ വേണം, എനിക്കൊരു വീണ്ടെടുപ്പ് വേണം. കഴിഞ്ഞ ദിവസം കർത്താവിന്റെ കൃപയിൽ എങ്ങനെ പറയട്ടെ, സ്തോത്രം. നമ്മുടെ രേഖാന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു പ്രിയപ്പെട്ട സഹോദരി, അവരുടെ സഹോദരിയുടെ കുഞ്ഞ് സ്തോത്രം മരണത്തിന് മല്ലടിച്ചുകൊണ്ടിരിക്കുകയാണ്. മരണത്തിന് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട സ്തോത്രം സഹോദരിയുടെ കുഞ്ഞിന്റെ ഭാരം അറിഞ്ഞ സ്തോത്രം രേഖയുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരി വിഷമിച്ചിരിക്കുന്നവർ എന്തോ പറ്റി. അവർ പറഞ്ഞു, സ്തോത്രം, എന്റെ സഹോദരിയുടെ കുഞ്ഞ് മരണത്തിന് മല്ലടിക്കുകയാ. കഴിഞ്ഞ ആഴ്ച ആ കുഞ്ഞിന്റെ മൂത്ത സഹോദരൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. അതേ രോഗാത്മാവ് ഇളയ സഹോദരൻ പിടിച്ചിരിക്കുക. ഡോക്ടർമാർക്ക് പ്രതീക്ഷയില്ല. അവന്റെ കിഡ്നി ഫെയിലിയറായി, അവന്റെ ഹാർട്ട് ബീറ്റ് കുറഞ്ഞു തുടങ്ങി, അവന്റെ സ്തോത്രം ബ്രെയിൻ ഡെത്തായി. ഇനി മുമ്പോട്ട് അവന് ജീവിക്കാൻ കഴിയത്തില്ല, അവൻ മരിച്ചു. കരയുക. ഈ പ്രിയപ്പെട്ടവർ പറഞ്ഞു, യേശുവിനെ വിശ്വാസമുണ്ടോ? യേശുവിനെ വിശ്വാസമുണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ സ്തോത്രം, ഞങ്ങളുടെ പാസ്റ്റർ ഫാസ്റ്റിംഗില് നമുക്ക് പെട്ടെന്ന് വിളിക്കാം. സ്തോത്രം, ഈ പ്രിയപ്പെട്ട സഹോദരി എന്നെ വിളിച്ചു, യേശുവിനെ വിളിച്ചു പറഞ്ഞു, ബ്രദറെ ഇങ്ങനൊരു കാര്യം കിടക്കുന്നു, പ്രാർത്ഥിക്കണം. ഞാൻ ആ സഹോദരിയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. പരിശുദ്ധാത്മ എനിക്ക് ഉദ്ദേശിച്ച ചില വാക്യങ്ങൾ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു. പരിശുദ്ധാത്മാവിലെ പ്രിയപ്പെട്ട സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ശ്രദ്ധിക്കണേ, അതേ സമയത്ത് അതിന്റെ പിറ്റേ ദിവസം സ്തോത്രം ഈ പ്രിയപ്പെട്ടവർ ടെസ്റ്റിമണി പറയുക. ആ പ്രാർത്ഥിച്ചുകൊടുന്ന അതേ മിനിറ്റിൽ ഈ ഹോസ്പിറ്റലിൽ കിടക്കുന്ന കുഞ്ഞിന്റെ അടുത്ത് ഒരാൾ പ്രത്യക്ഷനായി. ഒരാൾ നടന്നിരുന്നുണ്ട്. സ്തോത്രം, അമ്മയോട് വെച്ചു, നീ എന്തിനാ കരയുന്നത്? സ്തോത്രം, എന്റെ കുഞ്ഞ് സ്തോത്രം മരണത്തോട് മല്ലടിക്കുക. ഡോക്ടർമാർ കൈമലർത്തി, അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, ഇങ്ങോട്ട് വരത്തില്ലെന്ന്, ഇനി സ്തോത്രം കുഞ്ഞ് ജീവൻ കാണത്തില്ലെന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞു. ഈ പ്രിയപ്പെട്ടവർ പറഞ്ഞു, അവൻ മരിച്ചിട്ടില്ല. സ്തോത്രം, ഞാൻ നിന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇദ്ദേഹം അകത്ത് കയറി പ്രാർത്ഥിച്ചു, വെള്ളം കുടഞ്ഞു. ഞാൻ ഇങ്ങനെ പറയട്ടെ, സ്തോത്രം, അത് കഴിഞ്ഞ് ഇദ്ദേഹം എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല, ഇദ്ദേഹത്തെ കാണാനില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് അതേ മിനിറ്റിൽ അതേ സമയത്ത് സർവശക്തനായ ദൈവം ആ പ്രിയപ്പെട്ടവന് പ്രാണൻ കൊടുത്തു. ഞാൻ മരിച്ചു മാത്രമല്ല, ഇന്ന് മുതൽ ജീവിക്കുന്ന വാർത്തയാണ്. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. ദൈവം മരിച്ചവനല്ല. എന്തുകൊണ്ടായി സമയം നോട്ട് ചെയ്തറിയാമോ? പ്രാർത്ഥന താത്തു വെച്ച സ്തോത്രം കൂട്ടുകാരി 1 മണിക്കൂർ കഴിഞ്ഞ് വിളിച്ചപ്പോ കൂട്ടുകാർ പറഞ്ഞു, സ്തോത്രം, ഞാനിവിടെ ബ്രദറിനെ കണ്ടു, പ്രാർത്ഥിച്ചു. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്.
ആ പ്രാർത്ഥന ചില വാക്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു. ഞാനത് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കേട്ടില്ലേ വിളിക്കാമെന്ന് പറഞ്ഞു. അവൾ മറുപടി കൊണ്ടെന്നറിയാമോ? അതേ മിനിറ്റിൽ ഇവിടെ സ്തോത്രം അദൃശ്യനായ ഒരു ദൈവത്തിന്റെ കരം വെളിപ്പെട്ടു. അവൻ മരിച്ചിട്ടില്ല, അവൻ ജീവനോട് പുറത്തു വന്നു, അവൻ ജീവിച്ചിരിക്കുന്നു. ഒരാഴ്ച മുമ്പ് ഈ പ്രിയപ്പെട്ട സഹോദരിയുടെ സ്തോത്രം അനിയത്തിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞിന്റെ ചേട്ടൻ ഇതേ രോഗത്തിൽ മാറ്റപ്പെട്ടു. സ്തോത്രം അപ്പനുമേ ജോലി കഴിഞ്ഞ് താമസിച്ച് വരുമെന്ന് പറഞ്ഞ് സ്തോത്രം അടുത്തുള്ള വീട്ടിൽ മൂത്തവരോട് പറഞ്ഞു 9ാം ക്ലാസ്സിൽ അവിടെ പോയി ഇരുന്നു. സ്തോത്രം ഞാൻ വൈകിട്ട് വന്ന് വിളിച്ചോളാം. എന്ത് സംഭവിച്ചെന്നറിയാമോ? രേഖ ഇങ്ങനെ എന്നോട് പറഞ്ഞത് സ്തോത്രം ആ വീട്ടുകാർക്കെതിരെ കേസ് കൊടുത്തിരിക്കുക. ഫുഡ് പോയിസൺ എങ്ങാണ്ട് കൊടുത്തുവെന്ന് പറഞ്ഞ്, ആഹാരത്തിൽ വിഷം കൊടുത്തു പറഞ്ഞ് സ്തോത്രം ഇവരുടെ വീട്ടിൽ താമസിപ്പിച്ച കുഞ്ഞിന്റെ സ്തോത്രം കാരണത്താൽ ആ കുഞ്ഞിനെ സ്തോത്രം അക്കോമഡേറ്റ് ചെയ്ത അപ്പനമ്മ ലേറ്റ് ആയിട്ട് വരുമെന്ന് പറഞ്ഞ് അടുത്തുള്ള അക്കോമഡേറ്റ് ചെയ്തവർക്ക് വിരോധമായി കേസ് കൊടുത്തു. നിരപരാധികളാണ്. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അറിഞ്ഞത് അതേ രോഗം പിടിച്ച് അവന്റെ സഹോദരന് സ്തോത്രം വൈകല്യം വന്നു, ശബ്ദമുണ്ടായി, ലൂസ് മോഷൻ ഉണ്ടായി. സ്തോത്രം പെട്ടെന്ന് ഹോസ്പിറ്റലൈസ് ആയി. ഡോക്ടർ പറഞ്ഞു കിഡ്നി എല്ലാം ഫെയിലറായി. ഞാൻ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നില്ല. ഞാൻ പറയട്ടെ, സ്തോത്രം ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കുഞ്ഞ് മരിച്ചു പോകാമായിരുന്നു. എന്നാൽ ദേവസ്വരുടെ കൂടെ ജോലി ചെയ്യുന്ന സഹോദരി വൈഷമ്യമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ ചോദിച്ചു, എന്തിനാ നീ വിഷമിച്ചിരിക്കുന്നത്? ഇന്ന് പറഞ്ഞ ദൈവസഭയെ ഒരു സ്തോത്ര പട്ടണത്തിൽ ഒരു ദേശത്ത് ആരാധന ക്രമീകരിക്കുമ്പോ നിങ്ങൾ അവിടെ കണ്ടില്ലെങ്കിൽ ഞാൻ പറയാം, ആത്മാക്കളെ കുറിച്ച് ഒരു നാൾ കണക്ക് കൊടുക്കേണ്ട വരുമ്പോൾ ദൈവം വിളിച്ചു നിങ്ങളോട് ചോദിക്കും. ഇന്ന് മകൾ പരിശുദ്ധാത്മാവിൽ സമയത്തിന്റെ പരിധോക്കാതെ ആരാധനയ്ക്ക് വിളവെടുക്കുന്ന ദൈവത്തിന്റെ കണ്ട മൗനം പാലിക്കാതിരിക്കാനല്ല. ആത്മാക്കൾക്ക് വേണ്ടി ജാഗരിക്കും. സ്വത്രം വിഷയങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കുക. നമുക്ക് ചെയ്യാൻ കഴിയുന്ന പോകാൻ കഴിയുമോ? പോകണം. കൂട്ടാൻ നിൽക്കാമല്ലോ, നിൽക്കണം. സമൂഹം അറിയണം. നിങ്ങൾക്കറിയാമല്ലോ സ്വന്തം ആ പട്ടണത്തിൽ ചെല്ലുമ്പോൾ ദൈവസഭയുടെ ആവശ്യം ആ കുഞ്ഞിന്റെ ഭവനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒന്നാമത് അവൻ പുതുതായി കിടന്നില്ലേ, 2 ആ ദേശത്ത് വസിക്കുന്ന ഒരു പോരാട്ടമുണ്ട്. ദൈവമക്കൾ കാലുവെക്കുമ്പോൾ സ്തോത്രം ആവർത്തിക്കപ്പെട്ട വചനം വായിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ആ പോരാട്ടങ്ങളുടെ വേല ദൈവമക്കൾ കരമുയർത്തുന്നത്. നിങ്ങളുടെ ദൈവമക്കൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ മേൽ കിടക്കുന്ന കൃപാവരം ഇരട്ടിപ്പിന്റെ ലെവലിലേക്ക് ദൈവം കൊണ്ടുവരും. മാത്രമല്ല സ്വർഗം നോക്കുമ്പോൾ ഒരു പ്രാണന് വിലയുള്ളതായി എണ്ണിയതുകൊണ്ട് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യോബിന്റെ സ്ഥിതിക്ക് മാറ്റം വന്നുവെങ്കിൽ ഇന്ന് മകൾ ദൈവത്തിന്റെ മകത്തിന്റെ നാളിൽ വെളിപ്പെടേണ്ടതിന് ഈ പകൽ ആരുടെ ഭാരങ്ങളുടെ മൗനമായിരിക്കുക അല്ല, അവരുടെ ഭാരത്തിന് നടുവിൽ പ്രാർത്ഥിക്കുവാൻ ദൈവം നിങ്ങളെ കൈതെത്തുകയാണ്. എത്രവർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നു എനിക്കറിയാം. ചില സ്തോത്രം നിങ്ങൾക്ക് പ്രൈസൽ ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. കാരണം ജോജി പാസ്റ്റർ ഇന്ന് മകൻ പ്രിയപ്പെട്ട ലിജുമോന്റെ വീട്ടിൽ ചെല്ലാത്തതുകൊണ്ട് സ്തോത്രം അതിന്റെ കൂടെ ചേർത്ത് സംസാരിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഒരിക്കലും ഞാൻ അങ്ങനെ സംസാരിക്കത്തില്ല. ദൈവാത്മാവ് പറഞ്ഞതേ പറയത്തുള്ളൂ. ദൈവാത്മാവിനോട് ഇന്ന് മകൾ ഈ വിഷയം സംസാരിക്കാൻ പറഞ്ഞില്ല. പക്ഷെ നിങ്ങൾ ഇവിടെ മത്തുപിടിച്ചിരുന്നപ്പോ സ്വർഗം പറഞ്ഞു, നോ സ്തോത്രം ഞാൻ ഇവർക്ക് വിടുതലായി കൊടുക്കാൻ ദൂത മടക്ക്. സ്തോത്രം ഞാൻ ഇവരോട് പ്രസംഗിക്കാന്ന് പറഞ്ഞ സ്തോത്ര വിഷയം മടക്ക്. ഞാൻ സ്തോത്രം 91 സങ്കീർത്തനം വായിച്ച് നല്ല ബലത്തിൽ നിൽക്കുകയായിരുന്നു. പക്ഷെ പരിശുദ്ധാത്മാവിൽ ഒറ്റ തീരുമാനം എടുക്കാൻ ഓരോ സ്തോത്രം കരം ഉയർത്താൻ പറഞ്ഞപ്പോൾ ദൈവം ചിന്ത മാറ്റി. ദൈവം പറഞ്ഞത് വേണ്ട. സ്തോത്രം. ഞാൻ ദൈവമക്കളോട് മകൻ പറയാം, ആ പ്രിയപ്പെട്ട സഹോദരിയോട് അടുത്ത ദിവസം എന്ന് പറഞ്ഞപ്പോഴേക്കും പറഞ്ഞു, നിന്റെ ദൈവം ജീവിക്കുന്നു, നിന്റെ ദൈവം ജീവിക്കുന്നു. ഞാൻ ആ യേശുവിനെ വിശ്വസിക്കുന്നു. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? നമ്മുടെ ദൈവം ജീവിക്കുന്നു. സ്വത്രം പറയാൻ പറ്റുമോ? സ്വത്രം പറയാൻ പറ്റുമോ? ദൈവം ജീവിക്കുന്നു. സ്വത്രം പറയാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പറയാം, സ്തോത്രം ദൈവം എല്ലാവരെയും തൊട്ടില്ല, ഒരാളെ തൊട്ടുള്ളൂ. അതിനെ ശുദ്ധിയുള്ളവർ നടുവിൽ കിടക്കുന്നത് എല്ലാവരും തൊട്ടില്ല. ആരെ തൊട്ടുള്ളൂ? ഇത് കണ്ടയാളെ പുള്ളി കണ്ടേ പറഞ്ഞ് നശിച്ചു. ആരാധന കേട്ടതേ ഉള്ളൂ. ആരാധന കേട്ടപ്പോ സ്തോത്രം നശിച്ചു. കാണേണ്ടത് കണ്ടു കഴിഞ്ഞപ്പോ പുള്ളി പറഞ്ഞ് പോക്കായി. കണ്ടാൽ നമ്മളൊരു പാത്രം. 2 യാഗപീഠത്തിൽ നിന്ന് കരലെടുത്ത് തുടിച്ചു. എന്നിട്ട് അടുത്ത വാക്ക, ഞാൻ ആരെ അയക്കും? ആരെനിക്കു വേണ്ടി പോ? ശുദ്ധി ചെയ്തോണ്ടേ പറഞ്ഞാൽ നീ പോയിട്ട് പാടാൻ വേണ്ടിയാണ്. പക്ഷെ ദൈവം നമ്മളിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കും. ഹലോ ഹലോ, ദൈവം പലപ്പോഴും നമ്മളിൽ നിന്ന് കേൾക്കാൻ
നമ്മൾ അവിടെ ഉണ്ടായിരുന്ന എന്തോ ഇല്ലേ, ഈ ശുദ്ധീകരണം കഴിഞ്ഞാലും ചോദിക്കും സ്തോത്രം. ചിലർ കണ്ണടയ്ക്കും, കുഞ്ഞിരിക്കുന്ന ശാപം. ആ സമയത്ത് ഇതുവരെയും കണ്ണടയ്ക്കാത്ത ആളെത്തിയോ? പിന്നെ നമ്മുടെ കണ്ണിലോട്ട് നോക്കി നമ്മളെ ദയിപ്പിച്ചു. ചിലർ പറഞ്ഞു സ്വതന്ത്രം എന്റെ ഫാസ്റ്റെ കേരളം കുലുങ്ങിയ പാലം കുലുങ്ങിയാൽ എങ്ങനെയൊക്കെ ആട്ടിക്കോ ഞാൻ വിടത്തില്ല. സ്വന്തം ആമേൻ ആമേൻ. ദൈവങ്ങളോട് ഞാൻ മർമ്മം വിളിച്ചു പറയാം സ്വത്രം. ഈ പ്രിയപ്പെട്ടവരോട് ചോദിച്ചു ഞാൻ ആരെ ആയിരിക്കണം? അവരോട് ചോദിക്കുക ആരെനിക്ക് വേണ്ടി സ്വന്തം. താൻ പറഞ്ഞു മറ്റാർക്കും അത് പദവി വിട്ടുകൊടുത്തില്ല. ഇന്നു മുതൽ ദൈവം ദർശനങ്ങൾ തരുമ്പോൾ, വെളിപ്പാട് തരുമ്പോൾ, വെളിപ്പാട് തരുന്ന ദൈവത്തിലെ ദൈവം രാജകീയ പുരോഹിത വർഗമായി, സ്വന്തം ജനമായി, വിശുദ്ധ വംശമായി വാതിരിക്കുമ്പോൾ വിളിച്ചു പറയണം ഞാൻ പോകാം. നശിച്ചു പോകുന്ന ഒരു കൂട്ടത്തിന് നടുവിലേക്ക് ഞാൻ ഇറങ്ങാം. നമ്മൾ പോകാമെന്ന് പറയുമ്പോൾ ഞാൻ ഒരു വാക്കിങ്ങനെ പറയാം സ്തോത്രം. ദൈവത്തിന്റെ ആത്മ പറഞ്ഞ സ്തോത്രം. നിന്റെ വീട്ടിൽ അനുഗ്രഹം വന്നു കഴിഞ്ഞു. സ്തോത്രം പറയാൻ പറ്റൂ? സ്തോത്രം പറയാൻ പറ്റൂ? ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രം ദൈവമേ. ഇന്ന് പകൽ വാക്ക് പറയട്ടെ സ്തോത്രം. ആരെനിക്ക് പോവും? ആരെനിക്ക് വേണ്ടി പോകും? ഞാൻ പോകാം. എപ്പോഴാ പോകാം? സ്തോത്രം സംബന്ധിച്ച ദൈവം പറഞ്ഞു നീ പോടാ, നിന്നെ ശുദ്ധീകരിച്ചില്ലയോ, നീ നാളെ മുതൽ ആ പരിപാടി ചെയ്തോ എന്നല്ല പറഞ്ഞത്. സമർപ്പണമുള്ള സ്തോത്രം പറഞ്ഞേ. സമർപ്പണമുള്ള സ്തോത്രം പറഞ്ഞേ. ഇപ്പോൾ ധൈര്യക്കുറവ്, കൈവക്കാൻ ധൈര്യക്കുറവ്. സമർപ്പണമുള്ള സ്തോത്രം പറഞ്ഞേ. ഞാൻ പോകാൻ തയ്യാറാ. ഒരിക്കൽ വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു. പുറപ്പാട് പുസ്തകം 3-ാം അധ്യായം. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിക്കുക. വേദപുസ്തകം ഇങ്ങനെ പറഞ്ഞു സ്തോത്രം. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ട് നിലവിളിക്കുക. 23, 24, 25 വാക്യങ്ങൾ വായിക്കുന്നു. വായിച്ചാൽ അവളൊരു മകനെ പ്രസവിച്ചു. ഞാൻ അന്യദേശത്ത് പരദേശിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് ഗർശോം എന്ന് പേരിട്ടു. 2:23, 24. ഏറെ നാൾ കഴിഞ്ഞിട്ട് രാജാവ് മരിച്ചു. ഇസ്രായേൽ മക്കൾ അടിമവേല നിമിത്തം നെടുവീർപ്പിട്ടു. ഇസ്രായേൽ മക്കൾ നെടുവീർപ്പിട്ടു നിലവിളിച്ചു. എന്നിട്ട് അടിമവേല ഹേതുവായുള്ള നിലവിളി സ്വർഗത്തിലെത്തി, ദൈവത്തിന്റെ അടുത്തെത്തി. അവൻ അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും ഇസ്രായേലിനോടുമുള്ള നിയമത്തെ ഓർത്തു. ദൈവം ഓർക്കുന്നവരാണ്. അവൻ നിയമത്തെ ഓർത്തു. അവൻ യാഗം കഴിച്ച നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അരികിൽ കൂട്ടുവീൻ. ദൈവം ഓർത്തു. ആരോടുള്ള? അബ്രഹാമിനോട്, ഇസ്ഹാക്കിനോട്, ഇസ്രായേലിനോടുള്ള നിയമത്തെ ഓർത്തു. ദൈവം ഓർത്താൻ വിടുന്നില്ല. അവരെന്താണെന്നറിയാമോ? ദൈവം ഓർക്കാൻ കഠിന വില വന്നപ്പോ നിലവിളി കൂടി. കഠിന വില വന്നപ്പോ നിലവിളി കൂടി. പ്രയാസം കൂടിയപ്പോൾ നിലവിളി സ്വത്രം. കഠിനവേല നിമിത്തമുള്ള ഊഴിയ വിചാരകന്മാരുള്ള കഠിനവേല നിമിത്തം അവർ നിലവിളി കൂടി. അവർ നിലവിളിച്ചപ്പോ ദൈവം ഇവരെയല്ല, ദൈവം പിതാക്കന്മാരോട് ചെയ്ത നിയമത്തെ, യേശുവിനോട് ചെയ്ത നിയമത്തെ പുതിയ ദിവസം ഓർക്കാൻ പോവാ. യേശു സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. നമുക്കറിയാം, യോഹന്നാൻ 17 വായിക്കുമ്പോൾ സഭയ്ക്ക് വേണ്ടിയിട്ട് നിലവിളിക്കുന്ന പ്രാർത്ഥനകൾ കാണാൻ കഴിയും. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുക, അവരുടെ നിലവിളി ദൈവം കേട്ടു, അവരെ ഓർത്തു. 3-ാം അധ്യായം 7-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. 3-ാം അധ്യായം 7-ാം വാക്യം. കേട്ടോ? 25-ാം വാക്യത്തിലേക്ക് പറഞ്ഞു, ദൈവം തന്റെ ജനത്തെ കടാക്ഷിച്ചു, അറിഞ്ഞു.
അറിഞ്ഞപ്പോ അവിടല്ല വിടുതൽ വന്നത്. വിടുതൽ മിസ്രയീമിൽ നിലവിളിച്ചിടത്തല്ല എത്തിയത്. സ്തോത്രം. വിടുതൽ എത്തിയത് മോശയുടെ മുമ്പിലാണ്. വല്ല പിടി കിട്ടുന്നുണ്ടോ? നിങ്ങൾക്ക് വല്ല പിടി കിട്ടുന്നുണ്ടോ? ഇസ്രായേൽ മക്കളോട് കിടന്നിട്ടുണ്ട്. ഞാൻ ചൈനയെ കിടന്നതിൽ വിളിക്കുക. മറുപടി തന്നിട്ടുള്ള ഇറാഖിലെടുത്തു പറഞ്ഞാ പെട്ടെന്ന് നീ ചൈനയിലോട്ട് പോകണം. എന്റെ ജനത്തിന്റെ കണ്ണുനീർ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയോ. എന്റെ പ്രിയ പൈതൽ ചോദ്യമോ നിലവിളിക്കുന്നത് എന്റെ കാതിലെത്തി. ഞാനും എന്റെ പുത്രനായ ക്രിസ്തു നിമിത്തം ഒരു ഉടമ്പടിയുണ്ട്. നീ അവിടെ പോയി അവനെ വിടുവിക്കണം. ചില സമയത്ത് ചൈനയിൽ ഇറങ്ങത്തില്ല വിടുതൽ. ഇറാഖിലായി സ്വപ്നം പറഞ്ഞ ലിജുമോന്റെ ജീവിതത്തിൽ നിലവിളി എവിടെ എത്തിയെന്നറിയോ? ന്യൂലൈഫിലെ. ന്യൂലൈഫിലായിരിക്കും നമ്മൾ പറയും സ്വന്തം അടിയൻ ഇതാ പുള്ളിക്കാരുടെ പണിയൊന്നുമില്ല വിട്ടു. പുറത്തേക്കുള്ള സ്വന്തം പറഞ്ഞില്ല. സ്വന്തം വരുന്നില്ല. എനിക്കാണെങ്കിൽ കൈയും കാലം ഇപ്പൊ വയ്യ. സ്വന്തം ഇങ്ങോട്ട് പിടിച്ചാൽ അങ്ങോട്ട് പോകും. സ്വന്തം വരുന്നില്ല. ചിലർ പ്രശ്നം വരുമ്പോ മാത്രം ഉപസിക്കും. ആ സമയത്ത് പ്രാർത്ഥനയുണ്ടോ ചോദിക്കും. അതുകൊണ്ടാണ് നിന്റെ വീട്ടിലെ പ്രശ്നം മാറാത്തെ. സ്വന്തം വരുന്നില്ല. പാസ്റ്റർ ഞാൻ ഇന്ന് പാസ്റ്റർ എന്തുവാ വീട്ടിൽ വല്ലാത്ത പ്രശ്നം. അതുകൊണ്ട് ഞാൻ 3 ദിവസം കൂട്ടായ്മ പറഞ്ഞേക്കണേ. എവിടെയൊക്കെ ഉണ്ടെങ്കിലും ഞാൻ തരാൻ. കൂട്ടായ്മ കഴിഞ്ഞു. സ്വന്തം 3 ദിവസം ചാപ്പോടെ കഴിച്ചു. പ്രശ്നം മാറി. കൂട്ടായ്മ അടുത്ത ആഴ്ച 2 ദിവസം പിന്നെ പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. ഞാൻ വീണ്ടും ഒരു പാസ്റ്റില്ല. അടുത്ത ദിവസം പ്രശ്നം മാറണോ ചോദിക്കും. സ്വത്രം വരുന്നില്ല. കുഞ്ഞാലിന്റെ വീട്ടിലെ ദൈവം വിളിക്കും മുടക്കം നിൽക്കുന്നത് മറ്റാരുമല്ല നിന്റെ ചില ചിന്താഗതികളോ. അധികം പുറത്തു വന്ന ഇന്ന് മകൾ ചില വിടുതലങ്ങൾ മഴ പോലെ പെയ്തിറങ്ങും. എത്രവർക്ക് പ്രാർത്ഥനയുടെ വാക്ക് എന്റെ ദൈവവചനത്തിൽ കൂടെ പരിശുദ്ധാത്മാവ് ആഹ്വാനം വരുന്നത് വിശ്വസിക്കാൻ കഴിയും. വിശ്വസിക്കുന്നവർ ഇന്നവർ തീരുമാനമെടുക്കട്ടെ. ഉപവാസമില്ലാത്തപ്പോഴും എന്റെ ശരക്കാത്തൊരു പ്രാർത്ഥനയെ കുറിച്ച് വാക്ക് കേട്ടാൽ ഞാൻ അവിടെ ഓടിയെത്തും. കാര്യം എന്റെ ഒരു വാക്ക് അവിടെ ആവശ്യമുണ്ട്. ചായന്റെ പച്ചാന്റെ കല്യാണത്തിൽ പോയിക്കോ. പക്ഷെ പരിപാടിയില്ല. സ്വന്തം വരാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യണം? പറ സുരേഷ്മാനൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കണില്ല. ഒരു അവധിയൊക്കെ എടുത്ത് വരണം. എന്തിനാണെന്നറിയാം? KSRTCയിലെ പരീക്ഷ എഴുതി എല്ലാത്തിനെയും ക്യാൻസൽ ചെയ്തെന്ന് പറഞ്ഞോണ്ടേ ദൈവസഭയാകുന്ന നമ്മൾ പ്രാർത്ഥിച്ച് ഉപവാസത്തിലൊക്കെ നെടുമ്പാട് വീണ് നിലവിളിക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് പ്രൈസർ അല്ലെങ്കിൽ ആ വിഷയം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന മറുപടിയാ എല്ലാരെയും സെലക്ട് ചെയ്ത് തോറ്റവനെ സെലക്ട് ചെയ്തു. സ്വത്രം വരുന്നില്ല. അവരെ അവരെ കൊച്ചാക്കുമല്ല. അവരുടെ പ്രതീക്ഷയൊക്കെ പോയതാ. സ്വത്രം. പക്ഷെ വിനോദം പറഞ്ഞാൽ ഞാൻ സ്വപ്നം കാണുമോ പാസ്റ്റർ പോലെ പ്രാർത്ഥിച്ചോളൂ വണ്ടി ഓടിക്കുന്നു. സ്വപ്നം കാണുന്നുള്ള പക്ഷെ ഓട്ടമില്ലെങ്കിൽ നാളെ അവിടെ കണ്ടിരിക്കണം. അല്ലെ സ്വപ്നമായിട്ട് തന്നെ അവശേഷിക്കുക. സ്വത്രം. പ്രശ്നം വരുമ്പോഴല്ല ഉപവസിക്കാൻ പ്രാർത്ഥിക്കാൻ ചെയ്യുന്നത്. അത് പ്രാർത്ഥിച്ചോ പ്രശ്നമില്ലാതിരിക്കുമ്പോഴും ഒരു ദേശത്തിന് ദൈവനാമ നിമിത്തം നിന്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞാൽ ആ പായിൽ നിന്നെ അവിടെ കാണണം. എത്ര പേർക്ക് എന്റെ ഭാഷ മനസ്സിലാവുന്നു? കർത്താവേ, ദൂരെ സഞ്ചരിക്കാൻ വാഹനം തരണം. യാത്രയിൽ സ്വത്രം പോകാൻ വാഹനം തരണം. മഴയാ ഒരു വാഹനം തരണം. ദൈവം തന്നു കഴിഞ്ഞാൽ പറയാം സ്വത്രം. പ്രിസലോ എങ്ങനെയാ സ്വത്രം വരുന്നില്ല. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. സ്വത്രം പറയാം. പ്രൈസലോ 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 Praise the Lord. Hallelujah. Praise the Lord. Hallelujah. Praise the Lord. Hallelujah. മിസ്രയീമിൽ നിലവിളിച്ച നിലവിളി മിസ്രയീമിലുള്ളവരുടെ ചെത്തിയില്ല, സ്വർഗത്തിലെത്തി. ദൂതം മിസ്രയീമിൽ ചെന്നില്ല. ദൂതൻ ചെന്നത് മോശ
മോശ ആടിനെ തീറ്റി എങ്ങനെ ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിലെത്തി. ദൈവത്തിന്റെ പർവ്വതമായ സ്തോത്രം ഹോരേബിന്റെ അപ്പുറത്ത് നിന്നപ്പോൾ മുൾപ്പടർപ്പ് കത്തുന്നുണ്ട്, വെന്തരിയുന്നില്ല. കാഴ്ചപ്പാട് കാണാൻ പുള്ളി ഒന്നുകൂടെ അടുത്തു. ഇതെന്റെ വിഷയമല്ലെന്ന് പറഞ്ഞ് വിട്ടില്ല, ഒന്നുകൂടെ അടുത്തു. അപ്പോൾ ഒരു ശബ്ദം, നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാ, കാലിൽ നിന്ന് ചെരുപ്പൂരിയിട. ദൈവം പറഞ്ഞ വാക്ക് പുള്ളി കേട്ടു. നമ്മളാണെ ബോധം കെട്ടുവിടേ. പുള്ളി കേട്ടു. ആരുമില്ല, ആടുകൾ മാത്രമേ ഉള്ളൂ. സ്തോത്രം. ആടുകൾ പറയും ഇതുവരെ ഇത്രവോ എന്നെ സ്തോത്രം അപ്പുറത്ത് കൊണ്ടുവന്ന് ഇപ്പുറത്ത് കൊണ്ട് നിർത്തി. മോശ വന്നപ്പോ അപ്പുറത്തെത്തിച്ചപ്പോ ആടിന് മാത്രമല്ല കൃപ വർദ്ധിച്ചത്. സ്തോത്രം. മോശയുടെ പേര് നിയോഗം വർദ്ധിച്ചു. സ്തോത്രം. ഓരോ പടി മുമ്പോട്ട് വരാമെങ്കിൽ ഞാൻ പറയാം നമ്മുടെ നടുവിൽ എന്തോ നടക്കും? നിയോഗങ്ങൾ വർദ്ധിക്കും. സ്വത്രം പറയുന്നില്ല. സ്വത്രം ഒറ്റവാക്കിൽ ഹല്ലേലൂയ. നിങ്ങൾക്ക് ചിലർക്ക് സ്വത്രം പറയാൻ പറ്റുന്നില്ല. അയ്യോ എന്നോടുള്ള ദൂത് വീട് കഴിഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, സോറി. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നി, ഞാനല്ല പറഞ്ഞ ദൈവമാണ്. ദൈവം നിങ്ങളുടെ വിഷയത്തിൽ ജാഗരിക്കുക. നിങ്ങൾ ക്രമീകരിച്ചാൽ ഞാൻ പറയാം സ്വർഗ്ഗവിടവ്. നിങ്ങൾക്കറിയാമല്ലോ സ്തോത്രം. ലോകപ്രകാരമുള്ള ആഹാരം പിടിച്ചിട്ട് ഉപവാസ പ്രാർത്ഥനയിൽ ദൈവത്തിന്റെ ജനം അനുഗ്രഹിക്കപ്പെടുന്നു, സഭ മാനിക്കപ്പെടണം പറയുമ്പോൾ ദൈവത്തിന്റെ ഏക അഭിപ്രായം എന്താണെന്നറിയോ? നിങ്ങളെ ദൈവം വിളിക്കുന്നിടത്ത് കാണുമെന്ന്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. ആടുകളുടെ അടുത്ത് ആടുകൾ സ്തോത്രം അവിടെ നിൽക്കുന്നു. മോശ കണ്ടു. മോശനോട് ആടുകൾ പറഞ്ഞു, എന്തെല്ലാം പാസ്റ്റർ. മോശയോട് ദൈവം സംസാരിച്ചു. ചെരുപ്പൂരിയിട്ടു, ചെരുപ്പ് ഊരിയിട്ടു പറഞ്ഞു. ഇനി ദൈവം വാക്ക് പറയാം കേട്ടോ. ഒരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നാ ചിന്തിക്കുന്നത്. ഒരിക്കലുമല്ല. അവന് ബന്ധമുണ്ട്, അവനും അതുമായിട്ടൊരു ബന്ധമുണ്ട്. ദൈവം ഒരു പോഷനല്ല എവിടെയെങ്കിലും വിളിച്ചു പറയാൻ. ദൈവം വിളിച്ചു പറഞ്ഞത് അറിയോ? സ്തോത്രം. 3 മാസം കഴിഞ്ഞപ്പോൾ പെട്ടകത്തിനകത്ത് കിടന്ന, അമ്മയുടെ നിർബന്ധപ്രകാരം പെട്ടകത്തിനകത്ത് കിടന്ന, അമ്മയുടെ ആലോചന പ്രകാരം പെട്ടകത്തിനകത്ത് വീണ, മോശയോട് പോലും ചോദിക്കാതെ ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട്ട ഒരു പൈതലിനോടുള്ള ദൂതായി എഴുന്നേറ്റ് വരാൻ പോകുന്നത്. സ്തോത്രം. എന്നോട് ചോദിച്ചിട്ടാണോ ദൈവസന്നിധിയെ ഏൽപ്പിച്ചു കൊടുത്തതെന്ന് ആരെങ്കിലും ഇതിനകത്ത് പറയണമെങ്കിൽ ഞാനിങ്ങനെ പറയാം, നിന്നോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ആ കുഞ്ഞിനെ നൽകി തന്ന, കുഞ്ഞിനെ ഏൽപ്പിച്ചു കൊടുത്ത മാതാപിതാക്കന്മാർക്ക് സ്വയം തീരുമാനിക്കാൻ കഴിയും. ഇവരൊരു ദൈവവല്ലായി വളരണം, ദൈവത്തിന് വേണ്ടി നിൽക്കണം, ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന് പറഞ്ഞ് തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നീ അതിന്റെ മാന്യത മനസ്സിലാക്കുക. രണ്ടാമത്തെ വാക്ക് ശ്രദ്ധിക്കണം. 3-ാമത്തെ മാസത്തിൽ ഈ പ്രിയപ്പെട്ട വൈതൽ പെട്ടകത്തിനകത്തിരുന്നു. ദൈവശബ്ദം സ്തോത്രം. ദൈവശബ്ദം വെളിപ്പെട്ടില്ലെങ്കിൽ ദൈവം പ്രവർത്തി വരും. ഇവനോട് ദൈവം 7-ാമത്തെ വാക്യം പറഞ്ഞ് വായിച്ച സ്തോത്രം. 6-7 വാക്യം. 6-7 3-6-7. അവനെ പരിചയപ്പെടുത്തുക. ഞാൻ ആരാ? ഈ ശബ്ദമാരാ? നിന്നോട് ചെരുപ്പൂരാൻ പറഞ്ഞത് ആരാ? നിന്റെ അബ്രഹാമിന്റെ, ഇസ്ഹാക്കിന്റെ, ഇസ്രായേലിന്റെ ദൈവമായ ഞാൻ നിന്റെ പിതാവിന്റെ ദൈവമാണ് എന്ന് അരുളി ചെയ്തു. വാക്യം. മോശ ദൈവത്തെ നോക്കുവാൻ ഭയപ്പെട്ടു, മുഖം മൂടി. യഹോവ അരുളി ചെയ്തത് കഥാനി പറയാ. മുഖം മൂടിയിട്ട് പ്രാർത്ഥന വാക്ക് പറഞ്ഞില്ല. ഇസ്രായേലായ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കണ്ടു. വിചാരകന്മാരായിട്ടുള്ള നിലവിളി കേട്ടു. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. മിസ്രൈമിലെ നിലവിളി സ്വർഗത്തിലെത്തി. മിസ്രൈമിലോട്ടല്ല മറുപടി പോയത്. പിന്നെ ഇത്ര വലിയ ആടുകളെ തീറ്റി ആ ദേശവും ആ പട്ടണം വിട്ടു മാറിയ മോശയുടെ പുറകെ പോയേക്കാം. മോശ നീ എവിടെ നിന്ന് വന്നതാ? മിസ്രൈമിലെ സകല അടവും പഠിച്ചവനാ. 40 സംവത്സരം നീ മിസ്രൈമിലാണെങ്കിൽ 40 സംവത്സരം നിന്നോടൊന്നും ദൈവം ശബ്ദിച്ചില്ല. പക്ഷെ 40-ാമത്തെ സംവത്സരം സംസാരിക്കാൻ കാരണം നീ ചവിട്ടി ചെന്ന് ദൈവത്തിന്റെ പർവ്വതമായ ഹോരേബിനപ്പുറത്ത് ചെന്നു. ആ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നീ അവിടെ കണ്ടു. സാധാരണ കാഴ്ച അസാധാരണമായി തോന്നുന്ന വിധത്തിൽ നീ ശ്രദ്ധിച്ചു മന്ദമായി അടുത്തു ചെന്നു. ദൈവം പറഞ്ഞു, മതി, നിന്നെ എനിക്ക് ആവശ്യമുണ്ട്. എന്റെ ജനത്തിന്റെ പ്രാർത്ഥനയ്ക്ക് നിന്നെ ആവശ്യമുണ്ട്.
സ്വപ്നം പറയാമോ? പിടി കിട്ടുന്ന സ്വപ്നം പറയാമോ? പിടി കിട്ടുന്ന സ്വപ്നം പറയാമോ? നിന്നെ എനിക്ക് എന്തോ ഉണ്ട്? ആവശ്യം. ദൈവത്തിന് ആവശ്യം. ഇനി അടുത്ത സ്വപ്നം, ഈ നമ്മൾ ഇറച്ചിക്കൊടികളായ ഒരു കാര്യമുണ്ട്. എന്തെന്നറിയാം? അത് കൊടുക്കുന്ന പോലും നിന്നെ അവിടെ ഇരിക്കുക. എന്റെ ദൈവമേ, ഞാൻ പറഞ്ഞ സത്യമാണ്. നമ്മുടെ ഈ സ്തോത്രം ശരീരത്തിൽ കൊഴുപ്പം കൂടിയാൽ ചെയ്യും. ഇറച്ചിക്കൊടിയെ കണ്ടിട്ടോ? നാടൻ കോഴി അതിങ്ങനെ ഇങ്ങനെ അടുത്തേക്ക് ഇടക്കിടക്ക് തട്ടിയിട്ടൊക്കെ ഇരിക്കത്തുള്ളൂ. സ്വപ്നം ഇറച്ചിക്കൊടി അവിടെ കിടക്കും, വയ്യ, തിന്നാനും പിടിച്ചോണ്ട് കൊല്ലാൻ കൊണ്ടുപോകണം ചാട്ടമൊന്നുമില്ല. ഇതുപോലെ ചിലർക്ക് ഇപ്പൊ എന്താ വന്നാലും പറയും കുഴപ്പമില്ല. താത്താന്റെ കയ്യിൽ ആയുധമായിട്ടൊക്കെ ഇരുന്ന് കൊടുക്കുക. താത്ത ശരിക്കും വരും. അവസാനം പറയും, ഇപ്പോ ഇവനെ ഇടിച്ചിട്ട് പിടിച്ചിട്ട് പറയരുത് ഫോട്ടോ. ഇവന് ദൈവത്തിന് കൊള്ളത്തില്ല, നമുക്കും ഇന്ന് മകൻ ദൈവത്തിലെ സ്വന്തം വിഷയത്തിന് മാറ്റം വരണം. നമുക്കൊരു വ്യത്യാസം വരണം. സ്വന്തം പറയാൻ പറ്റുമോ? നിങ്ങൾ വിളിച്ചു പറയണം, സ്തോത്രം, എന്നെ വിളിച്ച ദൈവത്തിന് മുമ്പിൽ ഞാൻ സ്തോത്രം ഒരു പരാക്രമശാലിയായിരിക്കും. ഞാനൊരു കാലേബിനെ പോലെയായിരിക്കും. മോശ 80-ാം വയസ്സിൽ ദൈവം വിളിച്ചു വേർതിരിച്ചെങ്കിൽ, അല്ലെങ്കിൽ സ്തോത്രം ദൈവത്തിന്റെ ജനത്തെ വീണ്ടെടുക്കുവാൻ 80-ാമത്തെ വയസ്സിൽ അവനെ സ്തോത്രം അരകെട്ടി പുറത്തു കൊണ്ടുവന്നെങ്കിൽ, കാലേബ് പറയും, ഞാൻ 85-ാമത്തെ വയസ്സില ദൈവ തീരുമാനം എന്നോട് പറഞ്ഞ വാഗ്ദത്തത്തിന് പോലെ പോരാടാൻ ശ്രമിക്കുന്നത്. ചില വാഗ്ദത്തങ്ങളുടെ മുമ്പിലുണ്ട്. ഒന്ന് പോരാടാൻ കഴിയുമോ? ഒന്ന് പോരാടാൻ കഴിയുമോ? അനാക്യമല്ലന്മാരുണ്ട്. ഒന്ന് പോരാടാൻ കഴിയുമോ? നീ പോരാടി ജയിക്കണം. ആരും ജയിച്ച് ആരും വ്യക്തി നിനക്ക് തരികയല്ല, മറിച്ച് നീ പോരാടി ജയിക്കണം. പറ്റുമോ? ഒരു മൃഗത്തിന് മാത്രം വെടി കൊള്ളുന്ന മേപ്പോട്ട് ഏതാ? പന്നിക്ക് വെടി കൊള്ളുന്ന ഞാൻ ഒത്തിരി വെടി നമ്മളെ വെപ്പച്ചതാ പിശാച്. പക്ഷെ വിട്ടുകളഞ്ഞ ദൈവത്തിന് നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. പിന്നെ നമ്മൾ പന്നി ആകരുത്. സ്വത്രം വരുന്നില്ല. 7 തല ഉയർത്തി നോക്കുക. ദൈവത്തിന് നിന്നെ ആവശ്യമുണ്ട്. ഇവിടെ സ്വപ്നം പറഞ്ഞില്ല, പുറകെ സ്വപ്നം പറഞ്ഞില്ല. എന്റെ ദൈവം പാസ്റ്റേ സ്വപ്നം നടത്തി. ശ്രദ്ധിക്കണേ, മോശ ഈ ദൂത് കേട്ടപ്പോ മോശയെ അവന് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചു. പക്ഷെ ദൈവം അവനെ അവിടെ ആക്കി. ദൈവം പറഞ്ഞു, നീ പോയ പറ്റുവണം, നിന്നെ ഞാൻ വിടും. നിന്നെ ഞാൻ വിടും. നീയാ വിടുതലിന്റെ രഹസ്യം. ഗിദെയോന്റെ സ്തോത്രം ജീവിതം നമുക്കറിയാം. ന്യായപ്രവൃത്തി 6-ാം അധ്യായം പഠിക്കുമ്പോൾ ഗിദെയോൻ സ്തോത്രം ഈ ഒളിച്ചു വെക്കുന്ന കണ്ടപ്പോൾ ദൈവം പറഞ്ഞതിനെ കൊള്ളാം. അടിച്ചു മാറ്റി ചിലത് ഒളിച്ചു വെക്കുന്ന കണ്ടപ്പോൾ പറഞ്ഞു കൊള്ളാം. ശത്രുവിനെ അവന്റെ കാര്യം പെടാതെ അവൻ സൂക്ഷിക്കുന്നു. ചിലത് ഇവനെ കൊള്ളാം, ഇവനെയാ ഞാൻ ഉപയോഗിക്കാൻ പോകും. ഇനി പുള്ളിക്കാരൻ എടുത്തു വന്നിട്ടുണ്ടെങ്കിൽ പുള്ളിക്കാരൻ പറയാം, സ്തോത്രം, എനിക്കിപ്പോ വലിയ വിശ്വാസമൊന്നുമില്ല ദൈവം ഉണ്ടോ. 6-ാം അധ്യായം പെട്ടെന്ന് 12-ാമത്തെ വാക്യം. കാര്യങ്ങളുടെ പുസ്തകം, ന്യായാധിപന്മാരുടെ പുസ്തകം. അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്റെ കൂടെ ഉണ്ട് എന്ന് അരുളി ചെയ്തു. ശ്രദ്ധിക്കണേ, ദൈവം അവനോട് പറയാം, നീ നിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. കേൾക്കുന്നുണ്ടോ? എന്നിട്ട് ഇവനോട് പറയുന്നത് എന്ത് ചെയ്യുന്നറിയാം? വേദോസം 11-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നത് അനന്തരം യഹോവയുടെ ദൂതൻ വന്ന് ഒഫ്രയിൽ അബിയസ്യനായ യോവാശിന്റെ കരിവേലത്തിന് കീഴെ ഇരുന്നു. അവന്റെ മകനായ ഗിദെയോൻ, വഴിതെറ്റിയല്ല ദൂരം ഇരിക്കുന്നേ, അവന്റെ മകനായ ഗിദെയോൻ സമയമില്ലാതെ കഴിക്കാൻ വായിച്ചു.
കേട്ടോ, മുന്തിരിച്ചക്കിന്റെ അടുത്ത് വെച്ച് അവൻ കുടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ എന്തോ കുടിക്കാവും, ഇവിടെ എന്തോ കറക്കാം, മുന്തിരി. പുള്ളി മുന്തിരിച്ചക്കിന്റെ അടുത്ത് വെച്ച് എന്ത് ചെയ്യുക? ഗോതമ്പ്. അതാ മിടുക്കൻ. അവൻ അവസരം കിട്ടിയ ശത്രുവിനെ പെടാതിരിക്കാൻ നോക്കും. നന്മ, സ്വത്രം, വിട. അത് മറ്റൊരു വിഷയമാണ്. 12ാമത്തെ വാക്യം. ദൂതൻ ഇവരോട് പറയാ, നിങ്ങളെല്ലാം വിടുക്ക് പോയി. സ്വത്രം. നീ ഒരു പരാക്രമശാലിയാ. ദൈവം നിന്റെ കൂടെ ഉള്ളത്. അതിന്റെ മർമ്മമുണ്ട്. ഇവൻ ആരെ അടിച്ചു മാറ്റിയതല്ല. മനസ്സിലാകുന്ന സ്വന്തം പറഞ്ഞു. ഞാൻ പറയാം, ഇവൻ അടുത്തുള്ള പുള്ളിക്കാരന്റെ വീട്ടിൽ ചേർന്നിട്ട് അവിടുത്തെ സാധനം അടിച്ചു മാറ്റി. ഇവിടെ എത്തുമ്പോ ദൂരം പറയത്തില്ല, ആരെ പരാക്രമശാലി എന്ന് പറയത്തില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ തിരിച്ചോളും. സ്വത്രം പറഞ്ഞു. അവനോട് പരാക്രമശാലി പറഞ്ഞാ, നിന്റെ പോലെ കൊടുങ്കള്ളൻ ലോകത്തിലെന്നേ പറയുന്നുള്ളൂ. ഇവനോട് പറയുന്നത് എന്താ അറിയാം? ഇവന്റെ സ്വന്തം നന്മ ശത്രു എടുത്തോണ്ട് പോകാതിരിക്കാൻ അവൻ അധ്വാനിച്ചതിനെ ശത്രുവിന് കൊടുക്കത്തില്ലെന്ന് അകത്തൊരു വാദമുള്ളത് കൊണ്ട് അത് മാറ്റി, അത് ഒളിച്ച് ശത്രുവിനെ പെടാതിരിക്കത്തക്കതിൽ കൊണ്ടുവന്നപ്പോ ദൈവം പറഞ്ഞു, ഇവനാ പരാക്രമശാലി. ശത്രു വീട്ടിൽ നിന്ന് എടുത്തോണ്ട് പോയാലും കുഴപ്പമില്ല. 9 കിട്ടില്ല, ബാക്കി 15 പോയിട്ടു. സ്വത്രം വരുന്നില്ല, സ്വത്രം വരുന്നില്ല. ഒരു സംഭവം നടന്നു. സ്വതന്ത്രം 15 കഴിഞ്ഞ് പാല് കിട്ടുന്ന ഒരു പശു ഒരിടെ വീട്ടിൽ കൊണ്ടുപോയി കെട്ടി. നേരെ 5 മാറി. അവിടെയുള്ളവരിൽ പറഞ്ഞ സ്വന്തം പൈസ ഇവര് പ്രത്യേകമായ മരുന്നോ കൊടുത്ത ഇവര് പാല് കൂട്ടിച്ചാ കൊടുക്കുന്നത്. അതുകൊണ്ട് നിങ്ങളെ കളിപ്പിച്ചു. കൈ കിട്ടിയ വിലയ്ക്ക് എന്ത് ചെയ്തറിയാമോ? വേറെ കടയിൽ കൊടുത്തു. നടന്ന സാക്ഷ്യം. അയാളുടെ വീട്ടിൽ ചെന്നുകൊണ്ട് 11 അയാളൊന്നും ചെയ്തില്ല. നമ്മൾ ചില കാര്യങ്ങൾക്ക് നീക്കുപോക്കില്ലാവരും പറയും, ഞാൻ വിട്ടു, ഇനി ഒരു പ്രതീക്ഷ എനിക്കൊരു പ്രതീക്ഷയില്ല. ഞാൻ വളരെ മക്കളോട് മറ്റ മറന്ന് പറയാം. സ്വത്രം ശത്രുവിന്റെ കൈ പെടാതിരിക്കാൻ ഇവൻ എന്ത് ചെയ്തു? വിളിച്ചു. ഇവനോട് പറഞ്ഞു, എടാ നിന്റെ കൂടെ ആരുണ്ട്? ഇനി പുള്ളിയുടെ വാക്ക് കേട്ടോ, അടുത്ത പുള്ളിയുടെ വാക്ക്. അതായത് ഇഷ്ടപ്പെട്ടെ അച്ചായം പറയാ. സ്വത്രം നമ്മുടെ പൈസലോ ഇദ്ദേഹം പറയാ. അങ്ങനെയാണെങ്കിൽ ഇവിടെ വല്ലോ അത്ഭുതമൊക്കെ എന്ത് ചെയ്യും? അയച്ചു. അയ്യോ ഉണ്ടെങ്കിൽ എങ്ങനെ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ സ്വത്രം നടുവേന മാറത്തില്ല. ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ പറ വൈറൽ ഫീവർ മാറത്തില്ലയോ? ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഹാർട്ട് ബ്ലോക്കുകൾ മാറിപ്പോത്തില്ലയോ? ചില സമയത്ത് സ്വന്തം ദൈവം തരുന്നതിന് ദൈവത്തെ നന്നായിട്ട് വിളിക്കാൻ വേണ്ടി. എന്നിട്ട് ഇങ്ങനെ വായിച്ചു ആ നമുക്ക് ഈ ഭവിക്കുന്നത് ഞാൻ പിന്നീട് വായിച്ചോളാം. വായിച്ചോളാം. ആ അത്ഭുതമൊക്കെ എന്തേ അത്ഭുതം ഇങ്ങനെ ഭവിക്കുന്നത് എന്തോ? ദൈവം ഒന്നും പറഞ്ഞില്ല. ദൈവം അവനെ നോക്കി. നമ്മളങ്ങനെ 4 വർത്തമാനം പറഞ്ഞിട്ടേ കൊണ്ടു. പക്ഷെ ദൈവം ഒന്നില്ല. അവനെന്ത് ചെയ്തു? നോക്കി ബലപ്പെട്ടു എന്ന് പറഞ്ഞു. ഈ ബലത്തോട് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. സ്വന്തം എന്തോ ബലം? ഈ ചോദിച്ചതിന് ഒരു ഉത്തരവിടെ വീടില്ല. പക്ഷെ ഈ ബലത്തോട് എന്ന് പറഞ്ഞാൽ അവന്റെ മനോഭാവങ്ങളെ ദൈവം കഴിയും. അവൻ ആ ബലത്തോട് പോയി നമുക്കറിയാം എന്തോ ചെയ്തത്. അവന്റെ അപ്പന്റെ വീട്ടിൽ ചെന്ന് ദൈവമല്ലാത്തതിനെ അവൻ വെട്ടിക്കളഞ്ഞു. ഇന്ന് പകൽ ദൈവത്തിന്റെ ശക്തി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ
ദൈവമില്ലാതെ നിൽക്കുന്ന ചില വിഷയങ്ങളുടെ നടുവിൽ നിന്റെ കൈയെത്തുവാനിടയായി തീരും. ഇന്നലെ വരെ നീ അതിനെ നോക്കി ആരാധിച്ച് അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ച് അതിനു മുമ്പിൽ സ്തോത്രം അതവിടെ ഇരുന്നോട്ടെന്ന് പറഞ്ഞ സ്ഥാനത്ത് ദൈവശക്തി യഥാർത്ഥമായി വന്നു കഴിഞ്ഞപ്പോൾ നിൽക്കേണ്ടതിന് നിൽക്കുവാൻ, വെട്ടേണ്ടതിനെ വെട്ടുവാൻ, ഉടയ്ക്കേണ്ടതിനെ ഉടയ്ക്കുവാൻ ദൈവങ്ങളുടെ ശക്തി ഇന്ന് മകൻ നിങ്ങളുടെ മേൽ വെളിപ്പെടുക. എത്രവരുടെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? മനസ്സിലാകുന്നവർ കാരണം ദൈവത്തിന് സ്വന്തമാണ്. അയ്യോ എന്നെ കൊണ്ട് കഴിയും. മോശയോട് സംസാരിച്ചു, അതൊന്നും പറഞ്ഞിട്ടേക്കാം. പുറപ്പാട് പുസ്തകം 4-ാം അധ്യായം 12-ാമത്തെ വാക്യം അതൊന്നും പറഞ്ഞു വിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഭാഗം ക്ലിയർ ചെയ്തില്ല. പരിശുദ്ധമാവും ഹേമിപ്പിക്കും. 4-ാം അധ്യായം 11-ാമത്തെ വാക്യം ചെയ്യും. 10-ാമത്തെ വാക്യം 11-ാമത്തെ. മോശെ യഹോവയോട്, കർത്താവേ, മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും നീ എന്നോട് സംസാരിച്ചോട്ടും എനിക്ക് വലിയ മാറ്റമൊന്നും വന്നില്ല. ദൈവം സംസാരിച്ചിട്ട് മാറാത്ത മനുഷ്യരുണ്ട്. നിങ്ങൾ പറഞ്ഞില്ല, സ്വന്തം പറഞ്ഞു, എനിക്കൊരു മാറ്റവും വന്നില്ലല്ലോ. അതുകൊണ്ട് ദൈവത്തോട് ആലോചന എടുക്കുക. അതെങ്ങനെ ദൈവത്തിന് തല കൈവന്നു? ഞാൻ ഒരു ആലോചന പറയട്ടെ, നിൽക്കൂ. ഗ്ലോറി സ്വന്തം സ്വത്രം വരുന്നില്ല. കഴിഞ്ഞ ഇടയ്ക്ക് വേണ്ടേ സ്വന്തം ദൈവാത്മാവി സ്വന്തം പ്രൈസലോ. നമ്മളൊക്കെ വീണ്ടെടുത്ത ഒരു പ്രിയപ്പെട്ട ആളെ കണ്ടു. നമ്മുടെ സുവിശേഷം കുറിപ്പിട്ട് നല്ല കാര്യമാണ്. സ്വന്തം കണ്ടിട്ട് കുറച്ചു നാളായിട്ട് ഞാൻ ആലോചന നോക്കിയിരിക്കുക, ഇപ്പൊ കിട്ടി. അതുപോലെ ഇന്ന് പകൽക്കാലം ഇവിടെ മോശ ദൈവത്തോട് പറയാം, ഞാനൊരു ആലോചന പറയാം. ഞാൻ പഠിച്ച ഭാവമുള്ളവനോ, വീക്കനോ, സാമർഥ്യമില്ലാത്തവനോ. അനുമോളെ അടുത്ത ആഴ്ച മുതൽ മോളെ ഫ്രണ്ട് ഇരുത്തണം കേട്ടോ. കൊച്ചിനെ രണ്ടുപേരും ഒരുമിച്ചിരുത്തരുത്. മോൾ ഫ്രണ്ട് ഇരുത്തണം ഒരാളെ. നേരത്തെ പറഞ്ഞോളൂ, അല്ലെ മോളോട് വന്ന് ഒറ്റയ്ക്ക് വിടുന്നു. മോൾ ഫ്രണ്ട് ഇരിക്കണം. സ്വന്തം രണ്ടുപേരും ഇരിക്കുമ്പോൾ ഭയങ്കര കളിയായി. ആരും ശ്രദ്ധിക്കത്തില്ല അവിടെ. ക്രൈസ്തലോ ശ്രദ്ധിക്കണേ. തളിച്ചമാവുള്ളവൻ, വീക്കൻ, സാമർഥ്യമില്ലാത്തവൻ. നിനക്ക് പറ്റുമൊക്കെ എന്നെ അങ്ങ് അവോയ്ഡ് ചെയ്തു. അയച്ചു നമ്മള് മസിലൊക്കെ പിടിച്ച പോലെ മനുഷ്യന് വായു കൊടുത്തതാ അല്ല ഊമനെയും ചെറുതിനെയും. അതിന് വെളുത്ത വാക്യം വായിച്ചു വെച്ചേ. ഞാൻ പറഞ്ഞ നീ മുമ്പേ തന്നെയും നീ അടിയനോട് സംസാരിച്ച ശേഷവും ഞാൻ വാക് സാമർത്ഥ്യമുള്ളവനല്ല, ഞാൻ വിക്കനും തടിച്ചനാവുള്ളവനും എന്ന് പറഞ്ഞു. അതിന് യഹോവ അവനോട് കേട്ടോ, നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുക, ഞാൻ ആരാണ്. നമ്മളെ പുറത്തു കൊണ്ടുവന്ന ദൈവത്തോട് നമ്മൾ പരിചയപ്പെടുത്തുക, ഞാൻ ആരാ. വേണമായിരുന്നു. പത്രോസിനോട് 3-ാമത്തെ പ്രാവശ്യമുള്ള പത്രോസിന് പിടികിട്ടിയ പത്രോസ് സാക്കലൊന്നും അറിയുന്നു കേട്ടോ. സ്നേഹിക്കണോ? സ്നേഹിക്കുന്നു. ആത്മാവില്ല കേട്ടോ. നിങ്ങൾ 3-ാമത്തെ പ്രാവശ്യം പുള്ളി കൂടി കിട്ടി. ഇത് നമ്മളെ കുത്തിപ്പിടിക്കുക. അപ്പോൾ അവർ വെളിപ്പാട് കണ്ടത് പടകും വലയും വിട്ടു. സ്വന്തം ചൂണ്ട വീട്ടിലിരിക്കുന്ന ദൈവം കണ്ടവനാ. ഇവന് ഭയങ്കര വെളിപ്പാടാ. ഒറ്റ വാക്കേ ഉള്ളൂ, സകലം അറിയുന്നു. നീ അറിയുന്നു. മോശം പറഞ്ഞു, ഞാൻ ഒരാളാ. ദൈവം പറഞ്ഞടാ, ഇതൊക്കെ സൃഷ്ടിച്ച ആരാന്നറിയാം? ഞാനാ. ഇതൊക്കെ സൃഷ്ടിച്ച ആരാ? ഞാനാ. നിന്റെ വായുടെ കൂടെ ആരിരിക്കാം? ദൈവം ഇരിക്കണം. ദൈവം നമ്മുടെ വായുടെ കൂടെ ഇരിക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? മോശയുടെ വായോട് കൂടി ഇരിക്കാമെന്ന് പറഞ്ഞ ദൈവം നിങ്ങളുടെ കൂടെ ഇരിക്കാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധകരം ഉയർത്തിയാത്ത അടുത്ത ചോദിച്ച സ്വോത്രം പേശല്ലോ. സ്വോത്ര മിസ്രൈമി പോയി സുവിശേഷം പറയാൻ ചോദിക്കരുത്. സ്വോത്ര ഈജിപ്തിലൊന്നും പോകണ്ട. സ്വോത്ര ഐലി വരെ പോയാൽ മതി. അടുത്ത സ്വോത്ര വാളക്കുടി വരെ പോയാൽ മതി. ഇല്ല സ്വോത്ര മുക്കട വരെ പോയാൽ മതി. നിന്റെ ഭവനത്തിന് ചുറ്റുപാടിറങ്ങി നടന്നാൽ മതി. ദൈവം നിന്റെ വായോട് കൂടെ ഇരിക്കും. ദൈവം നിന്റെ വായോട് കൂടെ ഇരുന്നാൽ
സ്വന്തം നിനക്ക് അസാധ്യമായിട്ടൊന്നും വരത്തില്ല. ദൈവത്താൽ ചില കുടുംബങ്ങൾ പുറത്തു വരും, ചില വ്യക്തികൾ പുറത്തു വരും. യേശു മൂലം ചില സ്വാതന്ത്ര്യത്തിലേക്ക് വരും. എത്ര പേർക്കിന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? എത്ര പേർക്കിന്റെ ഭാഷ മനസ്സിലാകുന്നുണ്ട്? ഇന്ന് മുതൽ കരത്തിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. ഇന്ന് മുതൽ കരത്തിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കുക. സമ്പൂർണ്ണമായി സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. മൂന്ന് കാര്യമാണ് ഞാൻ ഇന്ന് പകൽക്കാലം കർത്താവിനെ ആശ്രയിച്ചു പറഞ്ഞത്. ഒന്ന്, ഏഷ്യാവിന്റെ മുമ്പിൽ ദൈവത്തിന്റെ കോളിംഗ്. രണ്ട്, ഇസ്രായേൽ പ്രാർത്ഥിച്ചപ്പോൾ ഇസ്രായേലിന്റെ നടുവിൽ വെളിപ്പെടാതെ മോശയുടെ മുമ്പിൽ ഇറങ്ങി വന്ന ദൈവം എന്തിനിറങ്ങി വന്നു? ഈജിപ്തിൽ കിടക്കുന്ന ഫറവോന്റെ ആധിപത്യത്തിൽ കിടക്കുന്ന തന്റെ ജനത്തെ പുറത്തു കൊണ്ടുവരാൻ ഒരൊറ്റ മനുഷ്യനെ വിക്കലെ ഉപയോഗിക്കാൻ ദൈവം തയ്യാർ. മൂന്ന്, തന്റെ നന്മ ശത്രുവിന് കൊടുക്കട്ടെന്ന് പറയുന്നത്. അവന് വേണ്ടിയുള്ള വിടുതലല്ല ദൈവം അയച്ചത്, ഒരു പട്ടണത്തിന് വേണ്ടിയുള്ള വിടുതൽ. സമർപ്പിക്കാൻ പറ്റുമോ? സമർപ്പിക്കാൻ പറ്റുമോ? സമർപ്പിക്കാൻ പറ്റുമോ? സമർപ്പിക്കാൻ പറ്റുമോ? അവരെ ഇന്ന് പകൽ നിങ്ങൾ കർത്താവിന്റെ കരങ്ങളിൽ നിങ്ങളുടെ കണ്ണുകൾ മുമ്പിൽ സ്തോത്രം നിങ്ങൾ ദൈവത്തെ ഏൽപ്പിച്ചു കൊടുക്കാം. കണ്ണുകളെ അടച്ച ഇന്ന് പകൽ നിങ്ങൾ പറഞ്ഞാണ്, യെസ്, ഞാൻ ഈ കോൾ തിരിച്ചെടുക്കുക. യെസ് കുഞ്ഞെ, നീ അങ്ങനെ പറയുമ്പോ നീ വിചാരിക്കണം നിന്റെ വീട്ടിലല്ല പ്രശ്നം. ആ പ്രശ്നമായിട്ട് ഇല്ല. ദൈവം നിന്നെ വിടുവിക്കും. നീ 4 ദിവസം ഓടേണ്ടത് ഒറ്റ ദിവസം കൊണ്ട് തരില്ല. നീ സ്തോത്രം 1 മാസം കൊണ്ട് അധ്വാനിച്ച് കണക്ട് ചെയ്ത കാര്യങ്ങൾ ദൈവത്തിന് ഒരാഴ്ച കൊണ്ട് നിലേക്ക് തരാൻ പറ്റും. നീ പലവട്ടം ഡോക്ടർമാരെ ആഴ്ചകൾ കാണുന്നത് സ്തോത്രം ഒറ്റ നേരം കൊണ്ട് സൗഖ്യമാണ്. നിങ്ങൾ കണ്ടല്ലോ, യേശുവിനെ ഇതുവരെ അറിയാത്ത ഹിന്ദി ആ മാത്രം അറിയാവുന്ന സഹോദരിയോട് യേശുവിനെ പറഞ്ഞു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അവരുടെ കുഞ്ഞിന്റെ മുറിക്കകത്ത് ചെന്ന് യേശു സൗഖ്യമാക്കാൻ കഴിയുമെങ്കിൽ ആ ദൈവത്തിന്റെ മകൾക്കാലം വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ ദൈവമാണ്. നിങ്ങളുടെ പോലെ അവകാശം മറ്റാർക്കുമില്ല. നിങ്ങൾ പലപ്പോഴും അത് കിട്ടാത്തതിന്റെ കാരണം നമ്മുടെ ജീവിതത്തിലെ സ്തോത്ര കുറവുകൾ. ഇന്ന് പകൽ സമൂഹത്തിന് വേണ്ടി, ദേശത്തിന് വേണ്ടി, രാജ്യത്തിന് വേണ്ടി ഞാൻ ഈ മിനിസ്ട്രിയോട് ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണെന്ന് പറയുന്ന ജനത്തെ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് പകൽ കരത്തിന്റെ ദൈവത്തിന് മഹത്വം കൊടുക്കട്ടെ. ചില കുടുംബങ്ങളെ പരിശുദ്ധമായി നിറയ്ക്കുന്നു. തന്മൂലം ദൈവത്തിന്റെ വിടുതൽ വെളിപ്പെടാൻ പോകുന്നു. ഇതുവരെ അനുഭവിച്ചില്ലാത്ത ദൈവ സാന്നിധ്യം ഉപവാസത്തിന്റെ 6ാമത്തെ പകൽ വെളിപ്പെടുകയോ ശക്തിയോടെ ദൈവത്തിലേക്ക് കുടുംബത്തിൽ സ്ത്രീകൾ മാറാൻ ദൈവമാഗ്രഹിക്കുന്നു. ഒരു കാര്യം ദൈവമാഗ്രഹിക്കുന്നു. ഈ സമൂഹത്തിന് വേണ്ടി, രാഷ്ട്രത്തിന് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, നീ എനിക്ക് വേണ്ടി പ്രവർത്തിക്കാൻ
പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പരമപിതാവേ, ഇന്ന് പകൽ നിന്റെ ജനത്തെ തൊട്ടതിനായി നിന്റെ ദാസനായി ഉപൂഷിച്ചിട്ട് കർത്താവെ എനിക്ക് തന്നിരിക്കുന്ന കുഞ്ഞാടുകളോട് അനുഗ്രഹിക്കപ്പെടാതിരിക്കില്ലേ. വിഷയങ്ങളുടെ മധ്യ മറുപടി വാങ്ങി കർത്താവിന്റെ ദാസന്മാരാണ് ഞങ്ങളെ കർത്താവ് സന്തോഷിപ്പാൻ ജനത്തെ സഹായിക്കും. സ്വർഗരാജ്യത്തിന്റെ കരം ഇവരോട് കൂടെ ഉള്ളത് കൊണ്ട് ആത്മീയമായി, ഭൗതികമായി, ശാരീരികമായി, മാനസികമായി നീ അനുഗ്രഹിക്കും. എല്ലാ പോരുകളെയും കർത്തവ്യം വെളിപ്പെടും യേശുവിൻ നാമത്തിൽ തന്നെ. ഈ സമയത്ത് അടുത്ത ആഴ്ച ഇല്ലാത്ത